പ്രിയമുള്ളവരെ, ജീവിതമെന്ന് പറയുന്നത് ഒരു അനുഭവിക്കേണ്ട സംഭവമാണ്. വേദനകളും നിരാശകളും പരിഭവങ്ങളും വിഷമങ്ങളും സങ്കീർണമായ അവസ്ഥകളും നല്ല അവസ്ഥകളും ഒക്കെ നിറഞ്ഞ ഒരു അനുഭവമാണ് ജീവിതമെന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, കുന്നുണ്ട്, താഴ്വരയുണ്ട്, മുള്ളുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട്. ഇതുപോലെയാണ് ജീവിതം. എപ്പോഴും സന്തോഷമായിരിക്കണമെന്നില്ല, എപ്പോഴും സുഖമായിരിക്കണമെന്നില്ല. അതിനർത്ഥം എപ്പോഴും അസുഖങ്ങളും ദുഃഖങ്ങളുമാണെന്നല്ല. ഇതൊക്കെ മാറി സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, അസുഖമില്ലാത്ത ദിനങ്ങളും നമ്മുടെ മുമ്പിൽ വരും. അപ്പം ഇതൊക്കെ നിറഞ്ഞ സമ്മിശ്രമായ ഒരനുഭവമാണ് ജീവിതം. അതിനെ മാക്സിമം ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിന് കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വാശി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാശി പിടിക്കേണ്ടത്. പലപ്പോഴും ലഭ്യമാകാത്ത പലതിനെക്കുറിച്ച് നമ്മൾ വാശി പിടിക്കാറുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് നമ്മൾ വാശി പിടിക്കാറുണ്ട്, പിണങ്ങാറുണ്ട്. ക്ഷമ പറയാൻ അല്ലെങ്കിൽ അവരോട് പൊറുക്കാൻ, അവരെ വീണ്ടും സ്നേഹിക്കാൻ നമ്മൾ മടിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ താൽക്കാലിക ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അക്ഷമേരായിട്ട് പോകുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ, മറ്റുള്ളവരെ ഹൃദയത്തിന് തുല്യമായിട്ട് ഏറ്റെടുത്ത് സ്നേഹിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ബൈബിൾ പറയുന്നു, പൂ പോലെയാണ് നമ്മുടെ ജീവിതം. അത് രാവിലെ മനോഹരമായി വിടരുന്നു, എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ അത് വാടി കൊഴിഞ്ഞ് താഴെ വീഴുകയാണ്. മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ചും ബൈബിൾ പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ജനിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ഡേറ്റൊക്കെ ഒരു പക്ഷേങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ട്, നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മരണം നമ്മളിൽ എപ്പോൾ വരുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. ഒരു ശാസ്ത്രത്തിനും തെളിയിക്കാൻ കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ഏത് നേരത്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു രാവിലെ നമ്മൾ ഉണർന്നാൽ ആ ദിനത്തിൻ്റെ സന്ധിയിൽ നമ്മൾ ഉറക്കത്തിനായിട്ട് ബെഡിലേക്ക് പോകുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. പക്ഷെ അങ്ങനെ പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ഒരു കൃപയാണ്, ഒരു സഹായമാണ്. അതുകൊണ്ട് മനുഷ്യ ആയുസ് ഒരു പൂവിന് തുല്യമായിട്ട് ബൈബിൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഒരു സന്ദേശമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സഹശിഷ്ടികളോട്, സഹപാഠികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, മറ്റാളുകളോട് വാത്സല്യത്തോടെ പെരുമാറാൻ, സ്നേഹത്തോടെ പെരുമാറാൻ, അവരെ കരുതാൻ, അവരെ അങ്ങേയറ്റം സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് മാറാം. ഒരുമിച്ച് സ്നേഹത്തിൻ്റെ, ഐക്യതയുടെ ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നന്നായിട്ട് ആസ്വദിക്കണം. സ്നേഹത്തിലൂടെ, സന്തോഷത്തിലൂടെ, കരുതലിലൂടെ, ഷെയർ ചെയ്യുന്നതിലൂടെ ആ ജീവിതം നന്നായി ആഘോഷിക്കാം. മരണം എപ്പോൾ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് മരണം വരെ സുഖപ്രദമായ, അനുഗ്രഹിക്കപ്പെട്ട, മറ്റുള്ളവരുമായിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് നല്ലതിനു വേണ്ടി മൂല്യമുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ജീവിതത്തിൻ്റെ ഒരു സമ്പത്തായിട്ട് സൂക്ഷിച്ച് മുന്നേറാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സമൂഹത്തിൽ നല്ലവരായി നിലകൊള്ളാൻ ദൈവം നമുക്കെല്ലാവർക്കും പ്രാപ്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.